ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ഹൗസ് സംഘടിപ്പിക്കുന്ന 2024 ജലോത്സവ മത്സരത്തിലേക്കാണ്. നമ്മൾ ഏകദേശം 11 മണിയായപ്പോഴാണ് ഈ വെന്യൂവിലെത്തുന്നത്. അപ്പോൾ ഈ വെന്യൂ എന്ന് പറയുന്നത് കാർലോ ടൗൺ പാർക്കിലെ റിവർ ബാരോയിലാണ്. ഏകദേശം സ്റ്റോളുകളൊക്കെ സെറ്റപ്പ് ആവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ടെമ്പറേച്ചർ വന്നിട്ട് 19 to 20 ഡിഗ്രി ആണ്. അത് മാത്രമല്ല നല്ല അടിപൊളി വെതറുമാണ്, നല്ല ബ്രൈറ്റ് ആണ്. ഇത് രണ്ടാം തവണയാണ് കേരള ഹൗസ് ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയി ടീമിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഏകദേശം 21 ടീമുകളാണ് ഇന്നിവിടെ വാശിയോടെ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ടീം അത്തി, ആഹാ ബോട്ട് ക്ലബ്, കാർലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, എനിസ്കോർത്ത് ഇന്ത്യൻ അസോസിയേഷൻ, വാട്ടർഫോർഡ് ചുണ്ടൻ, ബൂമോൺ ബ്ലാസ്റ്റേഴ്സ്, നാവൻ റോയൽ, KMS കിൽക്കിനി ചുണ്ടൻ, SSC ഇന്ത്യൻസ്, ലൂക്കൻ മലയാളി ക്ലബ്ബ്, തെലുങ്കു റേഞ്ചേഴ്സ്, പാൽസ്, സെവൻസ് ബോട്ട് ക്ലബ്, അലിയൻസ് ദ്രോഗഡ കുട്ടനാട് ബോട്ട് ക്ലബ്, റോയൽ ചലഞ്ചേഴ്സ് കർണാടക, നാസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, മലയാളീസ് ഇൻ സിറ്റി വെസ്റ്റ്, പുന്നമട ബോട്ട് ക്ലബ്, കേരള സെയിലേഴ്സ്, തമിഴ് സൂപ്പർ കിങ്സ്. ഇതൊക്കെയായിരുന്നു ഈ പ്രാവശ്യത്തെ ടീമുകൾ. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് വള്ളംകളി നടക്കുന്ന സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ബ്രിഡ്ജിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഗ്രീൻ ഇത് വെച്ചേക്കുന്നുണ്ടോ, അതാണ് ഫിനിഷിംഗ് പോയിന്റ് ആയിട്ടുള്ളത്. എല്ലാ മത്സരങ്ങളും നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ 2 ഐറിഷ് ഡിഫൻസിൻ്റെ 2 ബോട്ടുകൾ ഈ മത്സരത്തിൻ്റെ പുറകിൽ എപ്പോഴും മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നാട്ടിലെ പോലെ ചുണ്ടൻ വള്ളങ്ങളല്ല, ഡ്രാഗൺ ബോട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ മത്സരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ബോട്ടിൻ്റെയൊക്കെ പുറകിൽ ഒരു പച്ച ടീഷർട്ട് നിൽക്കുന്നില്ല, അത് ഈ ബോട്ടിൻ്റെ തന്നെ ആൾക്കാരാണ്. അവരാണ് ഈ ബോട്ട് കൺട്രോൾ ചെയ്യുന്നത്. ജലോത്സവങ്ങൾക്ക് ഏറ്റവും പേരുകേട്ട നാടായ ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഈ വള്ളംകളിയൊക്കെ കാണുമ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിക്കും, പുന്നമട വള്ളംകളിക്കും, പിന്നെ അതുപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്കൊക്കെ പോയ ഓർമ്മകളാണ് എനിക്കുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ള പരിപാടികൾ ഇവിടെ അത് ഓർഗനൈസ് ചെയ്യുമ്പോൾ മനസ്സിലുള്ള സന്തോഷവും ഒരു ആവേശമൊക്കെ അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ കേരള ഹൗസിൻ്റെ സംഘാടകർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ്.
അങ്ങനെ 2024 കേരള ഹൗസ് ജലോത്സവത്തിന്റെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആഹാ ബോട്ട് ക്ലബ്ബ് 1ാം സ്ഥാനത്തും പുന്നമട ബോട്ട് ക്ലബ്ബ് 2ാം സ്ഥാനത്തും കുട്ടനാട് ബോട്ട് ക്ലബ്ബ് 3ാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി വേ ലവ് ഫ്രം TJ ട്രാവൽ വ്ലോഗ്സ്.